പുതിയ നിർദ്ദേശം വന്നിരിക്കുന്നത് പകൽ ഒരു ചാർജ്, രാത്രി വേറൊരു ചാർജ്. പകൽ എക്സസ് ഇലക്ട്രിസിറ്റി കേരളത്തിൽ തന്നെ ഉണ്ട്, പക്ഷേ രാത്രിയിൽ വലിയ ഷോർട്ടേജ് വരുന്നു. രാത്രിയിലാണല്ലോ സർവ്വ മേഖലകളിലും ഉപയോഗിക്കേണ്ടി വരിക കറണ്ട്. അതുകൊണ്ട് അപ്പോൾ പകൽ ഒരു താഴ്ന്ന റേറ്റും രാത്രിയിൽ ഉയർന്ന റേറ്റും ഈടാക്കുക എന്നുള്ളതാണ് പുതിയ സജഷൻസിൽ വന്നിരിക്കുന്ന ഒരു നയം. അതായത് വീടുകൾ മാസം 250 യൂണിറ്റ് ഉപഭോഗമുള്ള വീടുകൾ, അങ്ങനെയുള്ളവയുടെ നിരക്കുകൾ താഴെ പറയുന്നത് പോലെയാണ് വരാൻ പോകുന്നത്. അതായത് 250 യൂണിറ്റ് അല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് മുകളിൽ ഒക്കെ ഉള്ളവർക്ക് വരുന്ന ഉപഭോഗം എങ്ങനെയാണത്? രാവിലെ 6 മുതൽ വൈകുന്നേരം 6 വരെ 10% ഇളവ്. അതുകൊണ്ടാണ് പറഞ്ഞത് വ്യാപാരി വ്യവസായികൾക്ക് കൊണ്ട് ഈ 10% ഇളവ്. അപ്പം വ്യാപാരി വ്യവസായികളും ഹൗസ് ഹോൾഡ്സും എന്ത് ചെയ്യണം? ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചുള്ള എല്ലാവിധ ഏർപ്പാടുകളും പകൽ ചെയ്യണം. മൈക്രോവേവ് ഒരു പക്ഷേ അത്യാവശ്യമായിട്ട് രാത്രിയിൽ ഉപയോഗിക്കേണ്ട വന്നേക്കാം, ഒരു പക്ഷേ ഡിന്നറിൻ്റെയൊക്കെ സമയത്ത്. അങ്ങനെയാണെങ്കിൽ അത് മാത്രം മാറ്റി വെച്ചിട്ട് ബാക്കി മൈക്രോവേവിൻ്റെ ഉപയോഗം തൊട്ട് വൈദ്യുതിയുടെ എല്ലാ തരത്തിലുള്ള വൈദ്യുതി ഉപയോഗത്തിൻ്റെ എല്ലാ മേഖലകളും, ആട്ടൽ, പൊടിക്കൽ, ഇടിക്കൽ എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും പകൽ തന്നെ കുടുംബങ്ങളും സഹകരിക്കുക. അതായത് ഇലക്ട്രിസിറ്റി ബോർഡിനോട് കുടുംബങ്ങൾക്ക് സഹകരിക്കാം, വ്യാപാരി വ്യവസായികൾക്ക് സഹകരിക്കാം. ഇലക്ട്രിസിറ്റി ബോർഡിന് വേണ്ടി അല്ല സഹകരിക്കുന്നത്, അവനവൻ്റെ പോക്കറ്റ് കാലിയാകാതിരിക്കാനാണ്, അല്ലെങ്കിൽ അതിൻ്റെ ചോർച്ച കുറയാനാണ് നമ്മൾ സഹകരിക്കുന്നത്. പക്ഷേ അതോടെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഇലക്ട്രിസിറ്റി ബോർഡിനും വലിയ ആശ്വാസമാകും. അതായത് രാത്രിയിലെ പീക്ക് ലോഡ് കുറഞ്ഞു കിട്ടും. അങ്ങനെയാകുമ്പോൾ വലിയ വില കൊടുത്ത് പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങുക എന്ന ദുരിതത്തിൽ നിന്ന് കുറേശ്ശെ താഴേക്ക് വരാൻ പറ്റും. ഒരുപക്ഷെ ഇങ്ങനെ എല്ലാവരും ഈ സ്ഥിതി ഫോളോ ചെയ്യുകയാണെങ്കിൽ, ഈ നിർദ്ദേശങ്ങൾ പാലിക്കുകയാണെങ്കിൽ വലിയ വ്യത്യാസം തന്നെ ഇലക്ട്രിസിറ്റി നിരക്കുകൾ ഭാവിയിൽ നമുക്കും അനുഭവവേദ്യമാകും. അപ്പോൾ പിന്നെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? 6 മുതൽ 6 വരെ 10% ഇളവ്, 6 മുതൽ രാത്രി 11 വരെ 10% വർധനവ്. അതായത് പകൽ 10% ഇളവ് കൊടുത്തു, അതേസമയത്ത് രാത്രിയിൽ 6 മുതൽ 11 വരെയുള്ള സമയത്ത് 10% വർധനവ് വരുന്നു ഒരു യൂണിറ്റിൻ്റെ വിലയിൽ. 250 മുകളിലായാൽ, അതായത് 250 യൂണിറ്റാണ് ടോട്ടൽ കൺസംഷൻ എങ്കിൽ 6 മുതൽ 11 വരെ 10% വർധനവേ വരൂ. പക്ഷേ 250 യൂണിറ്റിന് മുകളിൽ കൺസംഷനുള്ള വ്യാപാരിയോ വ്യവസായിയോ കുടുംബമോ എന്തുമാകട്ടെ, രാത്രിയിൽ 25% അവരുടെ അധിക ചാർജ്. അപ്പം എന്താണ് വേണ്ടത്? ശരിക്കും വൈദ്യുതി ബോർഡ് വളരെ യുക്തിസഹമായ ഒരു തീരുമാനമാണ്, ഒരു നിരക്ക് വർധനവിൻ്റെ രീതിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. യുക്തിസഹമായ എന്ന് വെച്ചാൽ ഉപഭോക്താക്കൾ നല്ല ഒരു നയം സ്വീകരിച്ചാൽ, യുക്തിസഹമായി പ്രതികരിക്കുകയാണെങ്കിൽ അവർക്ക് ഈ ഉയർന്ന നിരക്കിൽ നിന്ന് തീർച്ചയായിട്ടും രക്ഷപ്പെടാൻ കഴിയും. ഒരുപാട് ചുരുക്കം പേർക്ക് മാത്രമേ ഉയർന്ന നിരക്കിലേക്ക് പോകേണ്ടി വരൂ. കാരണം അവർക്ക് പോയാലും പ്രശ്നമില്ല, കാരണം ദേ ആർ റിയലി വെൽ ഓഫ്. അതേസമയത്ത് മിഡിൽ ഇൻകത്തിൽപ്പെട്ടവരും താഴ്ന്ന വരുമാനത്തിൽപ്പെട്ടവർക്കും ഒക്കെ ഇങ്ങനെ ഇലക്ട്രിസിറ്റിയിലേക്ക് കൊടുക്കേണ്ടി വരുന്ന വൻ ചാർജ് വർധനയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു മാർഗമാണ് പകൽ ഉപയോഗം മാക്സിമത്തിലാക്കുക, രാത്രി ഉപയോഗം മിനിമത്തിലാക്കുക. എല്ലാ തരത്തിലും നമ്മൾ അങ്ങനെ ഒന്ന് പരിശീലിച്ചാൽ മതി. അതുപോലെ തന്നെ പല വീടുകളിലും നമുക്കറിയാം അല്ലേ, പോകട്ടെ, ഇപ്പോൾ ഗവൺമെൻറ് കോളേജുകളോ ഗവൺമെൻറ് സ്കൂളുകളോ അങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എടുക്കുക. അവിടെ ചിലപ്പോൾ അറ്റൻഡർമാരൊക്കെ ഉണ്ട്, പക്ഷേ ഈ എല്ലാവരും വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ എവിടെയൊക്കെ ഫാൻ കിടന്ന് കറങ്ങുന്നു, എവിടെയൊക്കെ ലൈറ്റ് ഓണായി തന്നെ കിടക്കുന്നു, ഇത്തരം കാര്യങ്ങളൊന്നും ആരും ശ്രദ്ധിക്കത്തില്ല. അത്ര നിരുത്തരവാദിത്വത്തോടെയാണ് ഈ ജോലികളൊക്കെ ചെയ്യുന്നത്. ഇവർക്കൊക്കെ ആഗ്രഹമുള്ളത് ഇവരുടെ പോക്കറ്റിൽ വരേണ്ടതിന് കുറവ് വരാൻ പാടില്ല. അത് എല്ലാ 5 വർഷം വരുമ്പോഴും കൂട്ടി കിട്ടണം. ഇരട്ടിച്ച് കിട്ടുമെങ്കിൽ അത്രയും നല്ലത്. പക്ഷേ അവനവൻ്റെ ഉത്തരവാദിത്തത്തിൽ ഒരു കാരണവശാലും ഇവരാരും ജാഗരൂകരല്ല. അപ്പോൾ നമുക്കറിയാം, ഇന്ന് രാവിലെ കോളേജ് തുറന്നപ്പോഴേ ഇട്ട ഒരു ഫാനായിരിക്കാം, അത് പിറ്റേന്ന് രാവിലെ ആ ടീച്ചറോ അല്ലെങ്കിൽ സാറോ വരുന്നവരെ ചിലപ്പോൾ കിടന്ന് കറങ്ങുന്നുണ്ടാകും. കാരണം പല ടീച്ചേഴ്സ് ഇരിക്കുന്ന ഒരു മുറിയാണെങ്കിൽ ഒരാൾ പോകുമ്പോൾ വേറൊരാൾ കാണും. ഇനി അവസാനം പോകുന്നയാൾ ഒരു പക്ഷേ നേരെ ക്ലാസ്സിലേക്ക് പോയി ഫാൻ ഓഫ് ചെയ്യാതെ ക്ലാസ്സിൽ നിന്ന് നേരെ ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോയി എന്നിരിക്കാം. അങ്ങനെയൊക്കെ വന്ന് ആ ഫാൻ അവിടെ കിടന്ന് കറങ്ങും.
പിറ്റേ ദിവസം വരെയും ചിലപ്പോൾ കറങ്ങിന്നിരിക്കും. ചിലപ്പോൾ ടീച്ചേഴ്സ് തന്നെ ഹൈലി ഇറസ്പോൺസിബിൾ ആയിട്ടുള്ളവരുണ്ട്. അതായത് സർക്കാർ മുതലല്ലേ എന്ന രീതിയിൽ കൈകാര്യം ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവരാരും ഓർക്കുന്നില്ല വെള്ളം വേസ്റ്റാക്കുന്നത്, വൈദ്യുതി വേസ്റ്റാക്കുന്നത് ഒക്കെ ദേശീയ വേസ്റ്റാണ് എന്ന് ഇവരാരും മനസ്സിലാക്കുന്നില്ല. നമ്മളുടെ കുട്ടികളെ ആണെങ്കിലും കുട്ടിക്കാലം മുതലേ പഠിപ്പിക്കേണ്ട ഒരു കാര്യമാണ് ജലം, വൈദ്യുതി ഇവയൊക്കെ വേസ്റ്റാക്കുന്നത് ദേശത്തിന് മാത്രമല്ല ലോകത്തിന് തന്നെ ഹാനികരമാണ്. അതായത് പരിസ്ഥിതിക്കേ ഹാനികരമാണ്. അതായത് ഈ വൈദ്യുതി, അതായത് പുനരുൽപാദന യോഗ്യമല്ലാത്ത സോഴ്സസിൽ നിന്നുണ്ടാക്കുന്ന വൈദ്യുതി എന്ന് പറയുന്നതൊക്കെ നമ്മുടെ താപനില വർദ്ധിപ്പിക്കുന്നതാണ്. ഉദാഹരണം, കോൾ ബേസ്ഡ് ആയിട്ടുള്ള ഇലക്ട്രിസിറ്റി ജനറേഷൻ, അത് താപനില വർദ്ധിപ്പിക്കുന്നതാണ് വലിയ തോതിൽ. അപ്പോൾ അങ്ങനെ വൈദ്യുതിയുടെ ഉപയോഗം എത്ര കണ്ട് കുറയ്ക്കാൻ പറ്റുന്നുവോ അത്ര കണ്ട് പരിസ്ഥിതി സൗഹൃദമാണ് നമ്മുടെ ജീവിതം. ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന പ്രായത്തിൽ തന്നെ കുട്ടികളോട് ജലം ദുർലഭമായ ഒരു വിഭവമാണ്, അതുപോലെ എന്നുവെച്ചാൽ സർവ്വ ജീവജാലങ്ങൾക്കും വേണ്ടതാണ് ജലം. ആ ജലം, ശുദ്ധജലം കിട്ടാതെ ആയാൽ ഏത് ജീവജാലത്തിനായാലും അത് ബുദ്ധിമുട്ടാകും. അപ്പം ശുദ്ധജലം, അതുപോലെ വൈദ്യുതി, ഇതൊക്കെ പരിസ്ഥിതി സൗഹൃദമായിട്ടും ഒക്കെ ഉപയോഗിക്കേണ്ടതാണ്. സ്കേഴ്സായിട്ടുള്ള, അതായത് ദുർലഭമായ വിഭവങ്ങളാണ്. ഇതൊക്കെ വളരെ ശ്രദ്ധയോടെ ഉപയോഗിക്കണമെന്ന് കുട്ടികളെയും പറഞ്ഞ് പഠിപ്പിക്കണം. അപ്പോൾ അങ്ങനെയാകുമ്പോൾ എന്താ സംഭവിക്കുക, രാത്രിയാകുമ്പോഴത്തേക്കും സർവ്വ മുറികളിലും ഫാൻ ഇട്ടിരിക്കുക, അല്ലെങ്കിൽ സർവ്വ മുറികളിൽ ലൈറ്റ്, ഫാൻ ഇട്ടില്ലെങ്കിൽ തന്നെ ലൈറ്റ് ഇടുക. എഴുന്നേറ്റ് പോകുമ്പോൾ ഫാനോ ലൈറ്റോ ഓഫ് ചെയ്യാൻ മറന്നു പോവുക. ആവശ്യമില്ലാതെ ഇങ്ങനെ ഓരോ വൈദ്യുതി ഉപയോഗിക്കുന്ന ഒരു സോഴ്സും അനാവശ്യമായിട്ട് ഓൺ ചെയ്ത് ഇട്ടേക്കരുത് എന്ന കാര്യം കുട്ടികളെ പഠിപ്പിക്കുക. അത് വീട്ടമ്മമാരാണ് വളരെ ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ എല്ലാവരും ഒത്തൊരുമയോടുകൂടി ശ്രമിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു കേരളത്തിൻ്റെ വൈദ്യുതി ക്ഷാമത്തിന് ഒരു വലിയ പരിധി വരെ ഒരുപാട് മാറ്റം വരും. അതുപോലെ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഈ സെക്രട്ടേറിയറ്റ് തന്നെ അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. അവിടെയൊക്കെ ഇതാരും മോണിറ്റർ ചെയ്യുന്നില്ല. അതുകൊണ്ട് ഒരുപാട് മിസ്യൂസ് വൈദ്യുതി രംഗത്തൊക്കെ നടക്കുന്നുണ്ട്. അതുമാത്രവുമാണോ, ഇത്തരക്കാരും വൈദ്യുതി ബില്ലോട്ട് അടയ്ക്കുകയുമില്ല. നിങ്ങൾ ബജറ്റ് ഇൻ ബ്രീഫ് ഡോക്യുമെൻ്റ് എടുത്ത് നോക്കുക, അതിനകത്ത് ടാക്സസ് റേസ്ഡ് ബട്ട് നോട്ട് റിയലൈസ്, നികുതികൾ ചുമത്തിയിട്ടും പിരിച്ചെടുക്കാൻ പറ്റാത്തത് എന്ന് പറയുന്നതിനകത്ത് ഇലക്ട്രിസിറ്റി ബോർഡിന് പിരിഞ്ഞു കിട്ടാനുള്ള നികുതി തന്നെ 3000 കോടിയോളം ഉണ്ട്. 3000 കോടിയുടെ ചുറ്റുവട്ടത്തിലാണ്. കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല, ഇന്ന് ഞാൻ അതിനു വേണ്ടി എടുത്ത് നോക്കാത്തത് കൊണ്ട്. 3000 കോടിയുടെ ചുറ്റുവട്ടത്തിലാണെന്ന് ഉറപ്പാണ്. അപ്പോൾ ഇത് ആരാ അടയ്ക്കാത്തത്? ഞാനോ നിങ്ങളോ വൈദ്യുതി ബില്ല് അടച്ചില്ലെങ്കിൽ നമ്മുടെ ഫ്യൂസ് ഊരിക്കൊണ്ട് പോകും, പിന്നെ നമുക്ക് പ്രകാശം കാണാൻ ഒക്കില്ല. അപ്പോൾ ഇതാരായിരിക്കും അടയ്ക്കാത്തത്? എല്ലാം പൊതുമേഖല, അതായത് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസോ അതിനോട് ബന്ധപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷൻസോ ഒക്കെയാണ് ഇങ്ങനെ ഈ ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കാതെ കിടക്കുന്നത്. അപ്പോൾ അവരൊക്കെ അങ്ങ് ദുർവിനിയോഗം ചെയ്യുകയാണ്. ഇക്കാര്യത്തിലൊക്കെ ഒരു മാറ്റം വരണമെങ്കിൽ നമ്മൾ സർക്കാരിനെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. സർക്കാർ എന്ന് പറയുന്നത് നമ്മളാണ്. നമ്മളുടെ ഉദ്ദേശശുദ്ധി, നമുക്ക് ഇത്തരം കാര്യങ്ങളെ പറ്റിയുള്ള, അതായത് എന്തുകൊണ്ട് ഞാൻ വൈദ്യുതി സൂക്ഷിച്ചുപയോഗിക്കണം, എന്തുകൊണ്ട് ഞാൻ ശുദ്ധജലം പാഴാക്കരുത് എന്നൊക്കെയുള്ള കാര്യങ്ങളെപ്പറ്റി നമുക്കുള്ള അവബോധം, പരിസ്ഥിതി സൗഹൃദമായിട്ട് ജീവിക്കണമെങ്കിൽ ഇത് രണ്ടും വളരെ കൃത്യതയോടെ പാലിക്കണമെന്ന ധാരണ നമുക്കുണ്ടാകണം. നമ്മളുടെ കുട്ടികളിലേക്ക് നമ്മളത് പകർന്നു കൊടുത്തിരിക്കണം. ഒരു അധ്യാപികയോ അധ്യാപകനോ ആണെങ്കിൽ ശിഷ്യഗണങ്ങളിലേക്കും ഇതേ വികാരം തന്നെ പകർന്നു കൊടുത്തിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ മാറ്റങ്ങളൊക്കെ നാം പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു വരുന്നത്, ഈ ഇലക്ട്രിസിറ്റി പകൽ താഴ്ന്ന നിരക്കാണ്, രാത്രിയിൽ ഉയർന്ന നിരക്കാണ്. അപ്പോൾ താഴ്ന്ന നിരക്കിൽ പകൽ സമയത്ത് നമുക്ക് വൈദ്യുതി അധികം വേണ്ട എല്ലാ തരം പ്രവൃത്തികളും ആ സമയത്ത് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ രാത്രിയിൽ ഇലക്ട്രിസിറ്റിയുടെ ചാർജ് കൂടിയ ഇലക്ട്രിസിറ്റിയുടെ കൺസംഷൻ നമുക്ക് കുറയ്ക്കാം. നമ്മൾ കുറയ്ക്കുന്നതോടെ ഇലക്ട്രിസിറ്റി ബോർഡിന് അത്തരം വളരെ വില കൂടിയ നിരക്കിൽ രാത്രിയിൽ ഇലക്ട്രിസിറ്റി മറ്റുള്ള സോഴ്സസിൽ നിന്ന് വാങ്ങുന്നത് ഒരു പരിധി വരെയെങ്കിലും ഒഴിവാക്കുകയും ചെയ്യാം.